ഇറാൻ യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അമേരിക്കയും ഇറാനും ഫെബ്രുവരി 28-ന് തുടങ്ങിയ യുദ്ധത്തേക്കാൾ മെച്ചപ്പെട്ട തയ്യാറെടുപ്പിലാണ്. ഇറാനിലെങ്ങും അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തുന്നു. ഇറാനാകട്ടെ ശക്തവും കൃത്യവുമായ ആക്രമണമാണ് ഗൾഫ് അറബ് മണ്ണിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്തുന്നത്. ആദ്യഘട്ട യുദ്ധത്തിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലും ഉണ്ടായിരുന്നു. ഇത്തവണ അവർ രംഗത്തില്ല. ഇറാൻ ആദ്യ തവണ അധികം ആക്രമിക്കാത്ത ജോർദാനെ ഇത്തവണ കാര്യമായി ആക്രമിക്കുന്നു. ജോർദാൻ എന്ന രാജ്യവുമായി ഇണങ്ങിയും പിണങ്ങിയും നിലനിൽക്കുന്ന ഇറാന് ജോർദാൻ മണ്ണിൽ നിന്ന് അമേരിക്കൻ വിമാനങ്ങൾ പറന്നുയരുന്നത് അംഗീകരിക്കാനാകുന്നില്ല. അവിടെ നിന്നുള്ള പോർവിമാനങ്ങളും ഇറാനിൽ ബോംബുകൾ വർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ജോർദാനിൽ അമേരിക്കൻ താവളങ്ങളെ ഇറാൻ ആക്രമിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ജോർദാനിലെ മുവാഫക് സാൾട്ടി എയർബേസിൽ ഇറാൻ മിസൈലിട്ടത്. കാര്യം, അമേരിക്കയെ ഇറാൻ ആക്രമിക്കുന്നു, ഇറാൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ തിരിച്ചടി നടത്തുന്നു എന്നത് പുതിയ കാര്യമല്ല. പക്ഷേ അമേരിക്കയിൽ നിന്ന് 12,000-ഓളം കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള യുദ്ധത്തിൽ ഇതുവരെ 16 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഗൗരവതരമായ കാര്യമാണ്. 10 ദിവസം മുൻപ് വീണ്ടും തുടങ്ങിയ യുദ്ധത്തിൽ ഇതുവരെ 3 അമേരിക്കൻ സൈനികരാണ് മരിച്ചത്. ജോർദാനിലെ മുവാഫക് സാൾട്ടി എയർബേസിൽ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. 19 വയസ്സുള്ള സൈനികയും 25 വയസ്സുള്ള മറ്റൊരു സൈനികനുമാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രത്തിലെ സൈനികൻ ഇറാന്റെ മിസൈലിനെ പ്രതിരോധിക്കുന്നതിനിടെയാണ് മരിച്ചത്. വായുവിൽ വെച്ച് തകർത്ത മിസൈലിന്റെ ഒരു കഷ്ണം വീണാണ് സൈനികൻ ഇറാഖിൽ മരിച്ചത്. ഇറാന്റെ ആക്രമണത്തിന്റെ കൃത്യത ഇത്തവണ ചില സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളുടെ കൃത്യതയിൽ വിദേശ രാജ്യങ്ങളുടെ സഹായം ലഭിക്കുന്നുണ്ടോ എന്നാണ് സംശയം. ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 US സൈനികർ കൊല്ലപ്പെട്ടത് വെടിനിർത്തൽ കരാർ റദ്ദാക്കിയതായി ഇറാനും അമേരിക്കയും പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ അമേരിക്കൻ ജീവഹാനിയാണ്. ഇതോടെയാണ് തന്ത്രപ്രധാന ലക്ഷ്യങ്ങളിൽ കൃത്യതയോടെ പ്രഹരിക്കാൻ ഇറാന് ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ സഹായം ലഭിക്കുന്നതായി സംശയമുയരുന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ലക്ഷ്യത്തിൽ എത്തിക്കാനുള്ള സാങ്കേതിക മികവ് ഇറാന് വർദ്ധിച്ചതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ ഈ മികവിന് പിന്നിൽ ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ സഹായം ലഭിക്കുന്നുണ്ട് എന്ന സംശയവും വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടിലുണ്ട്. ജോർദാനിലെ US താവളമായ മുവാഫാക് സാൾട്ടി വ്യോമതാവളത്തിലേക്ക് ഇറാൻ സൈന്യം 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് അയച്ചത്. റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് മിസൈലുകളുടെ കൃത്യതയും റഡാറുകളെയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് ലക്ഷ്യങ്ങളിൽ പതിക്കാനുള്ള അവയുടെ കഴിവുമാണ്. പറക്കുന്നതിനിടയിൽ ഗതിമാറി സഞ്ചരിക്കാൻ ശേഷിയുള്ള അതിവേഗ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അയച്ചത്. ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അടുക്കുമ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്നവയാണ് ഈ അതിവേഗ ബാലിസ്റ്റിക് മിസൈലുകൾ. ഇറാൻ അവരുടെ മിസൈൽ ശേഷി വർദ്ധിപ്പിച്ചതിൻ്റെ തെളിവാണ് ഇതെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നു. ജോർദാനിലെ താവളത്തിന് നേരെയുള്ള ആക്രമണ പരമ്പരയിൽ ഇറാന്റെ 3 ബാലിസ്റ്റിക് മിസൈലുകൾക്ക് അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് മുന്നേറാൻ സാധിച്ചു. ആദ്യത്തെ മിസൈലിനെ പ്രതിരോധിച്ചുവെങ്കിലും അവശിഷ്ടങ്ങൾ സൈനിക ബേസിലെ ജിമ്മിൽ പതിച്ചു. സൈനികർ ബങ്കറുകളിൽ കയറി സ്വയം രക്ഷിച്ചു. അവരിൽ ചിലർക്ക് പരിക്കേറ്റു. രണ്ടാമത്തെ മിസൈൽ ആളൊഴിഞ്ഞ വിമാന ഹാങ്കറിലാണ് പതിച്ചത്. വിമാനങ്ങൾ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഹാങ്കർ. മൂന്നാമത്തെ മിസൈൽ വീണത് വ്യോമ പ്രതിരോധ സേനാംഗങ്ങൾ വിശ്രമിക്കുകയായിരുന്ന കണ്ടെയ്നർ മാതൃകയിലുള്ള പാർപ്പിട യൂണിറ്റുകളിലായിരുന്നു. ഈ ആക്രമണത്തിലാണ് 2 അമേരിക്കൻ സൈനികർ മരിച്ചത്. ആൾനാശം മാത്രമല്ല ഈ മിസൈലുകൾ ഉണ്ടാക്കിയത്. മേഖലയിലെ US സൈനിക നയതന്ത്ര കേന്ദ്രങ്ങൾക്കുണ്ടായ ആകെ നാശനഷ്ടം $2.2 ബില്യൺ മുതൽ $5.1 ബില്യൺ വരെയാണ് എന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിൻ്റെ കണക്കുകൾ പറയുന്നത്. ബഹ്റൈനിലെ നേവൽ സപ്പോർട്ട് കമാൻഡ് ആസ്ഥാനത്ത് സാറ്റലൈറ്റ് ആശയവിനിമയ ടെർമിനലുകൾ, ചുറ്റുമുള്ള 10-ലധികം കെട്ടിടങ്ങൾ എന്നിവ തകർത്തു. ഉപഗ്രഹ ദൃശ്യങ്ങൾ ഇത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇവയുടെ പുനരുദ്ധാരണ ചെലവ് മാത്രം $400 ദശലക്ഷം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മേഖലയിൽ ഉടനീളമുള്ള ലോഹ ബാരക്കുകൾ, കണ്ടെയ്നറൈസ്ഡ് ഹൗസിംഗുകൾ, പഴയ ബേസ് ഘടനകൾ എന്നിവ കനത്ത ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾക്ക് ഇനിയും ഇരയാകാൻ സാധ്യതയുണ്ട്. ഇത്തരമൊരു ദൗർബല്യം അഥവാ ന്യൂനത ഉണ്ടെന്ന് രഹസ്യമായെങ്കിലും അംഗീകരിക്കുകയാണ് പെന്റഗൺ. അമേരിക്കൻ സൈനിക ശക്തിയുടെയും തന്ത്രപരമായ പ്രതിരോധത്തിൻ്റെയും ദേശീയ സുരക്ഷാ ആസൂത്രണത്തിൻ്റെയും ആഗോള പ്രതീകമാണ് പെന്റഗൺ. അവർക്ക് ഇറാന്റെ പ്രഹരത്തിൻ്റെ ചൂട് കിട്ടിയെന്ന് പറയുമ്പോൾ രാജ്യത്തിന് പുറത്തുനിന്നും സഹായം വരുന്നുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് പ്രതിരോധ വിദഗ്ധർ. കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കണോ അതോ പ്രധാന താവളങ്ങൾ കൂടുതൽ പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് മാറ്റണോ എന്ന ചർച്ചകളും നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. MIM 104 പാട്രിയോട്ട്
താഡ് തുടങ്ങിയ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താനാകുന്ന മിസൈലുകളെയല്ല ഇറാൻ ഇപ്പോൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത്. പകരം ചെറിയ തോതിലുള്ളതും എന്നാൽ കൃത്യമായ ഏകോപനത്തോടെയുള്ളതുമായ മിസൈൽ പ്രയോഗങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് ഇറാൻ മാറി. ശത്രുവിനെ കാണാൻ കഴിയുന്ന തുറസായ ഉപരിതല വിക്ഷേപണ തറകളിൽ നിന്ന് ഇപ്പോൾ മിസൈലുകൾ അയക്കുന്നില്ല ഇറാൻ. പകരം രാജ്യത്തിനുള്ളിൽ സുരക്ഷിതമായ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിട്ടുള്ള മൊബൈൽ ലോഞ്ചറുകളിലേക്ക് മാറിയിരിക്കുകയാണ് ഇറാൻ സേന. ഇത് കാരണം മിസൈൽ ലോഞ്ചറുകളെ കണ്ടെത്തി നശിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. മിസൈൽ വന്ന ദിശ നോക്കി അമേരിക്കയുടെ MQ-9 ഡ്രോൺ പോലുള്ളവ എത്തുമ്പോഴേക്കും പൊടിപോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന തരത്തിൽ ലോഞ്ചറുകൾ അപ്രത്യക്ഷമാകും. അമേരിക്കൻ നിരീക്ഷണ ഡ്രോണുകൾക്ക് കാണാൻ കഴിയുക ആളില്ലാത്ത തുറസായ സ്ഥലങ്ങൾ മാത്രമാകും. ഈ തന്ത്രങ്ങളിലെല്ലാം റഷ്യയുടെയും ചൈനയുടെയും സഹായമുണ്ട് എന്നാണ് സംശയം ഉയരുന്നത്. ഇറാന്റെ സമീപകാല ആക്രമണങ്ങൾ പരിശോധിച്ചാൽ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ കൃത്യമായ ഒരു പാതയിലൂടെ അല്ല സഞ്ചരിക്കുന്നത് എന്ന് കാണാം. ഇത്തരം നീക്കങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത അതിവേഗ ബാലിസ്റ്റിക് വാർഹെഡുകൾ മിസൈലിൽ ഉണ്ട് എന്ന് പ്രതിരോധ വിദഗ്ധർ ഉറപ്പിക്കുന്നു. ഈ ക്രമരഹിതമായ സഞ്ചാരപാത ട്രാക്കിംഗ് റഡാറുകളെ ആശയക്കുഴപ്പത്തിലാക്കും. മിസൈലുകളെ തകർക്കാനുള്ള സിഗ്നൽ ഇന്റർസെപ്റ്ററുകൾക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഇതാണ് ജോർദാനിലെ മുവാഫക് സാൾട്ട് എയർബേസിൽ വലിയ നാശമുണ്ടാക്കാൻ കാരണം. ലോഞ്ചറുകളെയും ലോഞ്ച് പാഡുകളെയും ഡ്രോൺ മിസൈൽ അസംബ്ലി പ്ലാന്റുകളെയും ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രായേലും പലതവണ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് ഹ്രസ്വ മധ്യദൂര ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഇപ്പോഴും ഇറാന്റെ കൈവശമുണ്ട് എന്ന് US രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നതായി വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നു. ഇറാനിലെ മൊബൈൽ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയോളം വരെ നശിക്കുകയോ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയോ ചെയ്തതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ 70 മീറ്ററിലധികം ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് ഇവ പുറത്തെടുക്കാനും അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനുമുള്ള ശേഷി ഇറാനിയൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുമുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങളിൽ ഇറാന്റെ മുന്നറിയിപ്പ് റഡാർ കേന്ദ്രങ്ങൾക്ക് തകരാറുണ്ടാകുന്നുണ്ട്. പക്ഷേ ആ നാശനഷ്ടങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിന് ഇറാന് കഴിയുന്നു. പോരാത്തതിന് ചെറുതും കൊണ്ടു നടക്കാവുന്നതുമായ റഡാർ യൂണിറ്റുകൾ വിന്യസിക്കാനും തുടങ്ങിയിരിക്കുന്നു ഇറാൻ. ഇത്തരം സാങ്കേതികവിദ്യ ചൈനയ്ക്കും റഷ്യയ്ക്കുമുണ്ട് എന്ന് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ചൈനയും റഷ്യയും ഉപഗ്രഹ സാറ്റലൈറ്റുകൾ വഴി ശേഖരിക്കുന്ന കൃത്യമായ വിവരങ്ങൾ ഇറാന് നൽകുന്നുവെന്ന് ആദ്യഘട്ട യുദ്ധസമയത്ത് തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ്. ഈ ഇലക്ട്രോണിക് ഡേറ്റയിലൂടെ മധ്യപൂർവ്വ ദേശത്തുടനീളമുള്ള അമേരിക്കയുടെ സ്ഥിരം ലക്ഷ്യസ്ഥാനങ്ങളെ കൃത്യതയോടെ ആക്രമിക്കാൻ ഇറാൻ സേനയ്ക്ക് കഴിയുന്നു. ഇറാന്റെ സഖ്യകക്ഷികളായ ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഈ വിവരങ്ങൾ നൽകുന്നുണ്ടോ എന്ന സംശയവുമുണ്ട്. ചൈനീസ് ബഹിരാകാശ വ്യോമയാന കമ്പനികൾ നിർമ്മിച്ച TE-01B പോലുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഇറാൻ രഹസ്യമായി സ്വന്തമാക്കിയിട്ടുണ്ട്. US സൈനിക താവളങ്ങളുടെ ഭൂപടം തയ്യാറാക്കാനുള്ള ഉപഗ്രഹ നിരീക്ഷണ സൗകര്യം ഇതിലൂടെ IRGCക്ക് ലഭിച്ചുവെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. ഉപഗ്രഹ ദൃശ്യങ്ങൾ തത്സമയം തന്നെ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന ആഗോള ഉപഗ്രഹ ഗ്രൗണ്ട് സ്റ്റേഷൻ ശൃംഖലയിലേക്കും ചൈന ഇറാനെ അനുവദിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇറാൻ പെട്ടെന്നൊന്നും തകർന്നു പോകാതിരിക്കാനുള്ള എല്ലാ സഹായവും റഷ്യയും ചൈനയും നൽകുന്നു എന്നാണ് അമേരിക്ക വിശ്വസിക്കുന്നത്.